കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ കേട്ടുകാണുമല്ലോ ഈ പരാമർശമല്ലേ? ഞാനത് കേട്ടില്ല, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞു. സിപിഎമ്മിന്റെ നേതാക്കൾ കഴിഞ്ഞ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരാമർശങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ. ഇത്തരത്തിലുള്ള കേസുകൾ നമുക്ക് ഇപ്പൊ ഈ പരാമർശ വിധേയമായ കേസ് തന്നെ കോടതി തീർപ്പാക്കിയതാണ്. കോടതി ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ വ്യക്തി കുറ്റം ചെയ്തതായി കണ്ടെത്തുകയും അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനപ്പുറം ശിക്ഷിക്കപ്പെട്ട പ്രതി, അതും ഇതുപോലെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പ്രതിയെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള അതിൽ മതം കുത്തിക്കലർത്തുന്നത് എത്രമാത്രം ശരിയാണെന്ന് സംബന്ധിച്ച് സിപിഎം ആത്മപരിശോധന നടത്തണം. നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു ബഹുസ്വര സമൂഹത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ പൊളിറ്റിക്സിന് ഇടം നൽകുന്ന രീതിയിലുള്ള പരാമർശങ്ങളിലേക്ക് സിപിഎം പോലെ ഒരു പാർട്ടിയുടെ നേതാവ് കടക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. സിപിഎം കുറച്ചു കാലമായി തുടരുന്ന രാഷ്ട്രീയ ലൈനിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുമെന്നാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോ യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം ഇവിടെ വായിക്കപ്പെടുന്നു. അതല്ലെങ്കിൽ ചില ആളുകൾ എല്ലാ ദിവസവും മതവർഗീയ പ്രഭാഷണങ്ങളും പരാമർശങ്ങളും നടത്തുന്ന ചില ആളുകൾ മതേതരവാദികളാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സിപിഎം പിന്തുടരുന്ന ഒരു ലൈൻ ഇതാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിന് വലിയ അപകടമുണ്ടാക്കും. ഈ ഒരു കേസ് കോടതി തീർപ്പാക്കിയ ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് ആണ് അതിനെ കാണേണ്ടത്. അതിൽ വർഗീയത കുത്തിക്കലർത്തേണ്ട കാര്യമില്ല. ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ട കാര്യമല്ല. മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം കേസുകളിലെ നീതിയും ന്യായവും നടപ്പാകേണ്ടതും അതിന്റെ പേരിലല്ല ആരും ഇടപെടൽ നടത്തേണ്ടതും. അത് തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ നീതിന്യായ പീഠം ഇന്ത്യയുടെ നിലവിലിരിക്കുന്ന നിയമപ്രകാരമുള്ള ഒരു വിധി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ അഭിപ്രായം പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിധി നടപ്പായി കഴിഞ്ഞു. ശ്രീ സന്ദീപ്, അതുപോലെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊക്കെ ഈ വർഗീയ പരാമർശങ്ങൾ ഉന്നയിച്ചപ്പോഴും അതേ വേദിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ കേസിന്റെ സമയത്ത് സിപിഎം ആ പെൺകുട്ടിയുടെ കൂടെയായിരുന്നു എന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ സിപിഎം ഇരയ്ക്കൊപ്പം നിന്നത് മതം നോക്കിയിട്ടാണ്. അങ്ങനെ അത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇപ്പോ കേസ് നടക്കുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ടുള്ള നിലപാടുകൾ പലരും സ്വീകരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആത്യന്തികമായി ഇന്ത്യയുടെ നീതി നിയമ സംവിധാനം, നീതിപീഠം ഇക്കാര്യത്തിൽ പ്രതി കുറ്റം ചെയ്തെന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകർ അഭിപ്രായം പറയുന്നത് ശരിയാണോ? പ്രത്യേകിച്ചും ഇതുപോലെ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു വിഷയത്തിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കേസ് കൂടിയായതിനാൽ പൊതുപ്രവർത്തകർ അത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇത് കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞ ഒരു കേസിൽ പിന്നെയും പ്രതിക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പുറകിൽ മറ്റ് പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഇതുപോലെ വളരെ മോശപ്പെട്ട ഒരു കേസിൽ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് ഒട്ടും ആശാസ്യകരമായിട്ടുള്ള കാര്യമല്ല. അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സിപിഎം പോലൊരു പാർട്ടി ഇത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാട്, വർഗീയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ അങ്ങേയറ്റത്തെ അമർഷവും ദുഃഖവുമുണ്ട്. അവരതിന് പിന്മാറേണ്ടതാണ്.